ഉണ്ടാക്കാൻ പോകുന്നത് ചാമ അരി വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് ചാമ അരി വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മൾ ചാമ അരി വെച്ചിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചാമ അരി നല്ല ഗുണമുള്ള അരിയാണ്. അതായത് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ ഭക്ഷണം നല്ല ഇതാണ്. അപ്പോൾ പിന്നെ ഞാൻ ചാമ അരി കുറച്ച് മുമ്പേ പുതിർത്തി വെച്ചതാണിത്. ഇതാണ് ചാമരി. ചാമരി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഉപ്മാവ് ഉണ്ടാക്കാം. ഇത് ഉപ്മാവ് ഉണ്ടാക്കിയാലും കഞ്ഞി ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിന് ക്യാരറ്റ് വേണം, പിന്നെ തക്കാളി വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, കരിവേപ്പില, പിന്നെ വറവിടാൻ ഉഴുന്നുപരിപ്പും കടുകും എന്നിവയാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് വേണം നെയ്യ് ഒഴിക്കുക, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ഉപ്മാവ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ചാമരിനെ കൊണ്ട് നമുക്ക് പായസവും വെക്കാം, പിന്നെ അപ്പം ചൂടാം. പല സംഭവത്തിന് ഈ ചാമരി ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഗുണമുള്ള ഒരു അരിയാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ചാമരിയുടെ അറിയില്ലെന്ന് കേട്ടോ. എനിക്കിങ്ങനെ നല്ല ടേസ്റ്റാണെന്നൊക്കെ ഒരു സ്ഥലത്ത് പോയപ്പോൾ പായസം കുടിച്ചിന്. അതേ പിന്നെ ചാമരിൻ്റെ എന്ത് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതാകുമ്പോൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ എനിക്കെല്ലാം ചട്ടിയിലാക്കുന്നതിന് ഇഷ്ടമല്ല. വിചാരിച്ചിട്ട് ഇവിടെ ഒരു ചട്ടിയിലുണ്ട്. ഈ ചട്ടിയിലാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. ചട്ടി വെച്ച് കറുപ്പ് കളർ വെച്ചിട്ടുണ്ട്. എണ്ണ പിടിച്ച് കഴിഞ്ഞാൽ ചട്ടി നല്ലോണം നമുക്ക് എന്തുണ്ടാക്കാനും നല്ല ഇഷ്ടം. പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്കത്ത് ചാമരിൻ്റെ ഉപ്മാവാണ്. നമുക്ക് ഉപ്മാവിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് നല്ലോണം മാറ്റിയെടുക്കാം. എന്നിട്ട് എന്താക്കാം, നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് പതക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. പുതിർത്തിയോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്ന് പതക്കുന്നവരെ കാത്തു നിൽക്കാം. ഇത് നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചാമരി ഇട്ട് കൊടുക്കാം. ഞാൻ പുതിർത്തി വെച്ചുകൊണ്ട് വേഗം ആകും. അപ്പോൾ നമുക്ക് എനിക്കിത് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇതുണ്ട്, ഇത് നല്ലോണം തിളക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വറ്റി വരണം. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ടാവും. ഇതുണ്ട്, വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതുണ്ട്, ആ വെള്ളം വറ്റി ഇതായി വരുന്നുണ്ട്. ഉപ്പൊക്കെ ഞാൻ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്. കുറച്ച് നേരം കൂടി ആയിക്കഴിഞ്ഞാൽ ഇതാവും. ഇപ്പം നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് ഇറക്കാൻ നോക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. മൂടി കൊടുക്കാം. എൻ്റെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട പാകത്തിനുള്ള വെള്ളമൊക്കെ ഉള്ളൂ. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം.
എൻ്റെ ചാമരീൻ്റെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് നല്ല ടേസ്റ്റുള്ളൊരു ഉപ്മാവാണ്. ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ രാത്രി ഇങ്ങനത്തെയൊക്കെ ആക്കി കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.